കുറച്ച് പേര് എൻ്റെ അടുത്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒന്ന് പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഈ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ മാത്രമാണ് ഈ ഒരു സ്റ്റേജിൽ. കാരണം ഞാൻ സൺസ്ക്രീൻ വരെ യൂസ് ചെയ്യുമായിരുന്നു. ഡെർമക്കോയുടെ സൺസ്ക്രീനും സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസറും ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കും ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷേ പ്രഗ്നന്റ് ആയ പിന്നെ ഞാൻ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം ആയുർവേദിക് പ്രോഡക്റ്റ്. അത് കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഓയിൽ തേച്ചിട്ട് ഈ നാൽപ്പാമരാതി ഓയിൽ, അത് യഥാസൂത്രയുടെയാണ്. ഞാൻ ഈ റീസെന്റ് പ്രീനേറ്റൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ യഥാസൂത്രയുടെ തന്നെ അതിന്റെ തന്നെ ഫേസ് പാക്ക് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ലിപ്സ്റ്റിക്കിന്റെ കാര്യം. ഇത് ഞാൻ മാഴ്സിന്റെ ലിപ്സ്റ്റിക് ആണ് ഇട്ടിരിക്കുന്നതും. പിന്നെ ഞാൻ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന, ഡെയിലി മീൻസ് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഈ മാഴ്സിന്റെ ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. 05 ഐ ഹാവ് ഗോട്ട് ദിസ് എന്ന് പറയുന്ന ഷെയ്ഡാണിത്. അത്യാവശ്യം നല്ലതാണ്. പക്ഷെ ഒരുപാട് നേരം സ്റ്റേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സ്കിന്നിന്റെ കാര്യം വരുമ്പം നമ്മളെപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ പഠിക്കാം. ഞാൻ ഈ മാഴ്സിന്റെ ലിപ്സ്റ്റിക് തന്നെ നാട്ടിൽ ഇപ്പം വന്നപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അതുവരെ മെബലൈൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആ ഒരു ബ്രാൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും, ഇപ്പോൾ ഐലൈനർ ആണെങ്കിലും മസ്കാര ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും എല്ലാം മെബലൈൻ്റെ ആണ്. പിന്നെ ഇത് എനിക്ക് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ കുറെ റിവ്യൂസ് ഒക്കെ കണ്ട് വാങ്ങിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ മാഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പല ഗർഭിണികളും കുറെ പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ട് നിങ്ങളോട് ഇത് വില കുറവാണ്, അത് കുറവാണ്, ഇത് അത്യാവശ്യം നല്ലതാണ്, പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ ആഗ്രഹം തോന്നും. ദൈവത്തെ ഓർത്തി പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ അത്യാവശ്യം നാച്ചുറൽ പ്രൊഡക്ട്സ്, ഇതിലുള്ള ആയുർവേദിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആയുർവേദിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. പിന്നെ ഈ സെറ്റാഫിലിൽ അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് അത്യാവശ്യം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അത്യാവശ്യം ഇത് ഗുഡാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയൊക്കെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൺമഷി പൊതുവെ ഞാൻ ആയുർവേദിക്കിന്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഇപ്പം മെബിലിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിന്റെ കാജലൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. കാരണം എനിക്ക് കാജൽ ആയുർവേദിക് തന്നെ വേണം, നമ്മുടെ നാട്ടിലെ തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ടിട്ട് ഞാൻ നാച്ചുറൽ ഫാം ഹെർബ് എന്ന് പറയുന്ന ഒരു അതെനിക്ക് കൊളാബ് കിട്ടിയതായിരുന്നു. പിന്നീട് അത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യും. കാരണം അത് അത്യാവശ്യം നല്ല ഇതാണ്, എഴുതുമ്പോഴൊക്കെ നല്ല സുഖമാണ്. അതുകൊണ്ടിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ. അപ്പം നിങ്ങൾ ആരും കുഴി ചെന്ന് ചാടാതിരിക്കുക. പലരും പലതും ഇടും. ഇട്ടത് കണ്ടിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാതിരിക്കുക. അപ്പൊ സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ പറ്റി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുവായിരുന്നു.